നമസ്കാരം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹാരത്തിലേക്ക് പറന്നുയർന്ന സുവർണ ദിനമാണ് 1947 ആഗസ്റ്റ് 15. വിദേശ ശക്തികളുടെ കരങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന മഹത്തായ സുദിനം. ആഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമായിരുന്നു. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ജീവിതത്യാഗ ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേറ്റി പറയാൻ നമുക്ക് സാധിക്കണം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണമെന്ന വ്യവസ്ഥയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. ഭാരതത്തോടുള്ള സ്നേഹം വികാരത്തിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്കൊത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നതിയിലേക്ക് ചുവടുവെക്കാം. നേടിയ നേട്ടങ്ങൾ തുടരട്ടെ, 10 മടങ്ങായി ഭാരതം ചൈത്രയാത്ര തുടരട്ടെ. നന്ദി, നമസ്കാരം.